السلام عليكم ورحمة الله تعالى وبركاته. الحمد لله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. قال رسول الله صلى الله عليه وسلم: لا يؤمن أحدكم حتى يحب لأخيه ما يحب لنفسه. صدق رسول الله صلى الله عليه وسلم. തണലുണ്ട് ഏഴു സമൂഹമിൽ നാളന്ന്, അള്ളാൻ്റെ തണലല്ലാതെ തണലില്ലെന്ന്. അള്ളാൻ്റെ തൃപ്തിയിൽ മാത്രമായി സ്നേഹിച്ച ഇരു സ്നേഹിതന്മാർക്കും അതുള്ളത് തീർച്ച. ഏറ്റവും ബഹുമാനാദരം നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുത്താലിം സുഹൃത്തുക്കളെ, നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. സാഹോദര്യം ഇസ്ലാമിൻ്റെ പ്രമുഖ ധർമ്മങ്ങളിൽ ഒന്നാണ്. അനയിക്കപ്പെട്ട് കിടന്ന് പകയും പടവെട്ടലുമായി കഴിഞ്ഞുകൂടിയ അറേബ്യൻ സമൂഹം ഖുർആനിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടപ്പോഴാണ് സ്നേഹത്തിൻ്റെ രുചിയും സാഹോദര്യത്തിൻ്റെ മധുരവും അറിഞ്ഞു തുടങ്ങിയത്. ഇസ്ലാം വിധാനം ചെയ്യുന്ന സഹോദര്യം അത്രമാത്രം വിശാലവും മഹത്തരവുമാണ്. അതല്ലേ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്: അൽ മുസ്ലിമു അഖുൽ മുസ്ലിം. മുസ്ലിമീങ്ങൾ പരസ്പരം സഹോദരന്മാരാണ്. ഒരു ശരീരത്തിൻ്റെ ഭാഗമായാണ് ഓരോ വിശ്വാസിയും കാണേണ്ടത്. പരസ്പരം വൈരാഗ്യമില്ലാതെ, പരസ്പരം വിദ്വേഷങ്ങളില്ലാതെ, ഗീബത്ത് പറയാതെ, നമീമത്ത് പറയാതെ, പരസ്പരം സഹായിച്ചും സഹകരിച്ചും കൊണ്ടാണ് ഓരോ വിശ്വാസിയും ജീവിക്കേണ്ടത്. അതിനേക്കുള്ള ഉത്തമമായ മാതൃകയാണ് സ്വഹാബത്തുൽ കിറാം നമുക്ക് മുമ്പിൽ കാഴ്ചവെച്ചത്. മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കറിയുമോ, അഷ്റഫുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പാവപ്പെട്ട സഹാബത്തുൽ കിറാം അതാ മക്ക വിട്ടുകൊണ്ട്, അതാ സ്വന്തം നാടും വീടും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് മദീന മണ്ണിലേക്ക് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പാവപ്പെട്ട സഹാബത്തിങ്ങൾക്കും പോകേണ്ടി വന്നു. ആ സന്ദർഭത്തിൽ മദീന അൻസാറുകളായ സഹാബത്ത് അവിടുന്ന് സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? അവിടുന്ന് പാടുന്നു: ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ എന്ന് തുടങ്ങുന്ന സുന്ദരമായ വരികളങ്ങ് പാടിക്കൊണ്ട് അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വരവേൽക്കുകയാണ്. മാത്രമല്ല, പാവപ്പെട്ട മക്ക സഹാബത്തിന്റെ കയ്യിലൊന്നുമില്ല. അവിടുന്ന് മദീന അൻസാറുകളായ സഹാബത്ത് അവരിൽ നിന്ന് 2 വീടുള്ളവർ ഒരു വീട് തൻ്റെ സുഹൃത്തുക്കൾക്ക് വിട്ടു നൽകുകയാണ്. അവരിൽ നിന്ന് 2 ഭാര്യമാരുള്ളവർ ആ 2 ഭാര്യമാരിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ ഭാര്യയെ അങ്ങ് തൻ്റെ സുഹൃത്തിനിക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നു. മറ്റു ചിലർ സാമ്പത്തികമായും ശാരീരികമായും സഹായിക്കുകയാണ്. എന്തൊരു മനോഹരമാണ്! ഇതിനേക്കാൾ മനോഹരമായ സഹോദര ബന്ധം വേറെ കാണിക്കാൻ കഴിയുമോ? ഇല്ല. അതല്ലേ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചത്: ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. മോനെ, നീ ആഗ്രഹിക്കുന്നത്, നീ കൊതിക്കുന്നത് നിന്റെ സഹോദരനിക്കും വേണം, നിന്റെ സഹോദരനിക്കും അത് ലഭിക്കണമെന്ന് തന്നാൽ ആഗ്രഹിക്കുന്നത് വരെ പൂർണ്ണ മുഅ്മിനാവുകയില്ല. ആരാണ് പറയുന്നത്? ജീവിതത്തിൽ ഇതുവരെ കളവ് പറയാത്ത അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കറിയുമോ യർമൂക്ക് യുദ്ധത്തിലെ കുത്തും വെട്ടും കൊണ്ട് അതാ ചോര പുരണ്ട ശരീരത്തിൽ മരണത്തോട് മല്ലിടിക്കുന്ന സഹാബ. അല്ലാ അല്ലാ, മരണമെങ്ങാനും മുന്നിൽ കണ്ടാൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, മോനെ കടലിലുള്ള വെള്ളം മുഴുവൻ കുടിച്ചു വെച്ചാലും ദാഹം തീരൂല. അത്രത്തോളം ദാഹമാണ്. ആ സന്ദർഭത്തിൽ സഹാബത്ത് എനിക്ക് വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നു. അവിടുന്ന് പറയുന്നു, വേണ്ട എനിക്ക് വെള്ളം വേണ്ട. അപ്പുറത്തെന്റെ സഹോദരൻ, എന്റെ സുഹൃത്ത് മരണത്തോട് മല്ലടിക്കുന്നുണ്ട്, അവനിക്ക് കൊണ്ടുപോയി കൊടുക്കാനാണ്. അങ്ങനെ ഓരോ സഹാബത്തിന്റെ അരികിലെത്തുമ്പോഴും തന്റെ സുഹൃത്തിന്റെ അരികിലേക്ക് അയക്കുകയാണ്. അങ്ങനെ ആദ്യമായി കൊടുത്ത സഹാബത്തിന്റെ അരികിലെത്തുമ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ആ സഹാബത്ത് ഈ ലോകത്തോട് വിട പറയുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്തൊരു മഹത്തരമായ സഹോദര്യമാണ്! ഇതിനേക്കാൾ മനോഹരമായ സഹോദര്യം ഇവിടെ കാഴ്ചവെക്കാൻ എനിക്ക് സാധിക്കില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതല്ലേ ഹബീബ് തങ്ങൾ പറയുന്നത്, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുന്യാനി യശുദ്ദു ബഅദുഹു ബഅദാ. മുഅ്മിനീങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ ഈ നിൽക്കുന്ന ഈ ബിൽഡിംഗ്, ഇതിന്റെ താഴെ ഭാഗമില്ല എങ്കിൽ മുകൾ ഭാഗം ഉണ്ടാകുമോ? ഇല്ല. ഈ കാണുന്ന ഓരോ കല്ലുകളും പരസ്പരം ശക്തി പകരുന്നുണ്ട്. അതുപോലെ ആയിരിക്കണം മുഅ്മിനീങ്ങളായ നാം. പരസ്പരം സഹായിച്ചും സഹകരിച്ചും കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കണം. ഇന്ന് നമുക്കറിയാം, ഫലസ്തീനിൽ പാവപ്പെട്ട പിഞ്ചോമനകളടക്കം എത്ര മുഅ്മിനീങ്ങളാണ് ഓരോ നിമിഷവും മരിച്ചു വീഴുന്നത്. എത്ര മുഅ്മിനീങ്ങളാണ് ഓരോ നിമിഷവും തല്ലിച്ചതക്കപ്പെടുന്നത്. നമുക്കാർക്കും അവിടെ പോയി ആശ്വസിപ്പിക്കാൻ കഴിയില്ല എങ്കിൽ, നമുക്കാർക്കും സമ്പത്ത് കൊണ്ട് സഹായിക്കാൻ കഴിയില്ല എങ്കിൽ, അതിനേക്കാൾ മൂർച്ചയുള്ള ഒരായുധം ഈ മുഅ്മിനീങ്ങളുടെ കയ്യിലുണ്ട്. അതാണ് ദുആ. തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് കണ്ണുനീരോടുകൂടി ആ പാവപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ സമയം കണ്ടെത്തണേ മുഅ്മിനീങ്ങളെ. അതിലേക്ക് നാം സമയം കണ്ടെത്തിയിട്ടില്ല എങ്കിൽ ഇത്രയെല്ലാം ഹദീസ് പറഞ്ഞു തന്ന ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊറുക്കുമോ? അവിടുത്തെ മനസ്സ് വേദനിക്കൂലേ? സഹോദര ബന്ധം എന്തെന്ന് പഠിപ്പിച്ചു തന്ന സഹാബത്തിനിക്ക് അവിടുത്തെ മനസ്സ് വേദനിക്കൂലേ? അതാണ് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചത്. സഹോദര ബന്ധം പുലർത്തുന്നതിലൂടെ ആയുസ് വർദ്ധിക്കുമെന്ന് അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് അതല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖൂ. നിങ്ങൾ അല്ലാഹുവിന്റെ കയർ മുറുകെ പിടിക്കണം. നിങ്ങൾ പരസ്പരം പിണക്കങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, പരസ്പരം വൈരാഗ്യം ഉണ്ടാകാൻ പാടില്ല, പരസ്പരം ഗൈബത്ത് പറയാൻ പാടില്ല, നമീമത്ത് പറയാൻ പാടില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നല്ല രീതിയിൽ ജീവിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.